വെൽക്കം ടു നീനൂസ് ഡയറി. ഞാൻ നാൻസി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു പിന്നെ കുറേ എൻക്വയറീസും ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞാൻ ഉപയോഗിച്ചത് ഒരു ഗാർഡൻ മേക്ക് ഓവർ ചെയ്ത സമയത്താണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് ഞങ്ങളൊരു ഗാർഡൻ മേക്ക് ഓവർ ചെയ്തത്. അപ്പോൾ ആണ് അത് ആൾക്കാർ കണ്ടിട്ട് ചോദ്യങ്ങൾ വന്നത്. അതായത് മഴക്കാലത്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചെളി പിടിച്ച് കുഴയുകയില്ലേ, പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ച് വന്ന് ചെളി പിടിച്ച് അഴുക്കാകുകയില്ലേ, അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യും, അതുപോലെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ വെള്ളം മുകളിൽ കൂടെ ഒഴുകി വരുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെയുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നാച്ചുറൽ ഗ്രാസും ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട്. ഇതിൻ്റെ ആദ്യത്തെ സംശയം, ഇത് ലാസ്റ്റ് ചെയ്യുമോ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ ചെളി പിടിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അതിനാദ്യം ഞാൻ പറയാം, ഇത് ഞങ്ങൾ ഇട്ടിട്ട് ഇപ്പം 4 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, ഇട്ട പോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കള പോലും കിളുത്ത് വരികയില്ല, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 3 വർഷമാണ് ഇവർ വാറണ്ടി പറയുന്നത്. ആ 3 വർഷത്തിൽ ഇപ്പം ഞങ്ങളിത് ഇടാൻ കാരണം തന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മോള് നീനു ഇത് റാസൽ കൈമേൽ മുറ്റത്തിട്ടിട്ടുണ്ട്. അപ്പം അവൾ 2.5 വർഷത്തോളം കഴിഞ്ഞു. ഒരു കളറിന് ഒരു മാറ്റവും ഇല്ല. അവിടുത്തെ വെയിലും ചൂടും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മാറ്റവും വന്നിട്ടില്ല അതിന്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ തന്നെ നാച്ചുറൽ ലോണും തമ്മിലുള്ള കുറച്ച് കമ്പാരിസൺസ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് തൂക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നോക്കിയാണേ. തൂത്താൽ പുല്ല് വളർന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇല തങ്ങി നിൽക്കും. അത് നമ്മൾ എത്ര വലിച്ചാലും ഇടയിൽ ഇങ്ങനെ നിൽക്കും. പുല്ലിനത് കേടുമാണ് താനും. അതേസമയം ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തൂക്കുന്ന പടം കാണിച്ചില്ലേ, അതെന്ത് ഈസിയായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ പോരും. അതിൻ്റെ പിന്നെ ഇത് അധികം പൊക്കമില്ലാത്ത കാരണം ഇത് വെട്ടി നിർത്തി കുറച്ച് ദിവസത്തേക്കിനൊക്കെ തൂക്കാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ഒരു 2 ആഴ്ച പിന്നെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും പ്രയാസമാണ് ഇത് തൂത്ത് വരണമെങ്കിൽ. ഒരു 10 ഇല തൂക്കണമെങ്കിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ വലിക്കണം. അതേസമയം മറ്റേ പുല്ലിനാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പോരുന്ന കണ്ടില്ലേ. പിന്നെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്, ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. ഇതിപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലുള്ള ചെളിയാണ്. അപ്പം നമ്മളിത് കണ്ടോ, ഇതുപോലെ പൈപ്പിലെ വെള്ളം ഒഴിച്ച് നമ്മളിത് കഴുകി കളയുവാണ് ചെയ്യുന്നത്. ഇതൊരു വാഷബിൾ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം നമ്മളിതുപോലെ എവിടെയെങ്കിലുമൊക്കെ ലോണിൽ ഇങ്ങനെ ചെളി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുകി കളയുവാണ് ചെയ്യുന്നത്. അപ്പം വെള്ളം കെട്ടിക്കിടക്കുകയൊന്നുമില്ല, അത് നേരെ ഭൂമിയുടെ അടിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇതുണ്ടോ, നമ്മളിപ്പം പൈപ്പിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും വെള്ളം പൊങ്ങി വരുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അന്നേരം തന്നെ ഈ ഷീറ്റിൻ്റെ അടിയിൽ തന്നെ എല്ലായിടത്തും ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതുവഴി താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകും. അഥവാ അത്രമാത്രം വെള്ളം കുത്തി ഒലിച്ച് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കണം. അപ്പം സ്ലോപ്പായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഒഴുകി ആ സ്ലോപ്പിലേക്കൂടെ ഒഴുകി അങ്ങ് പൊക്കോളും. ചെളി ഒന്നും ഒഴുകുകയില്ല. അതൊന്നും ആരും പേടിക്കണ്ട കേട്ടോ. ഇതിപ്പം ഈ സ്ഥലത്ത് കണ്ടോ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഉള്ളതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. ചെറിയൊരു സ്ലോപ്പ് അങ്ങോട്ടുള്ളതേ ഉള്ളൂ. എന്നിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും മുറ്റത്തോട്ടോ ഒന്നും ഒഴുകി വരുന്നില്ല. വെള്ളം പിന്നെ ഭൂമിയിലേക്ക് തന്നെ താഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പം വേണമെങ്കിൽ ഒഴുകി അതിലൂടെ അങ്ങ് ചെരിഞ്ഞ ചെറിയ സ്ലോപ്പ് ഉള്ളിടത്തോട് വഴി പോകുന്നുണ്ടായിരിക്കും. അത്ര പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള സ്ലോപ്പാണ്. എന്നിട്ട് പോലും വെള്ളത്തിൻ്റെ ഒരു ശല്യവും ഇല്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ശല്യവും ഇല്ല കേട്ടോ. പിന്നെ ഒരു മാവ് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ. ഇത് മാവ് വെക്കുന്നതിന് മുമ്പ് നല്ലതായിട്ട് നിന്നിരുന്നതാണ് ഗ്രാസ്. മാവ് ഇച്ചിരി പൊക്കം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ചുവട്ടിലത്തെ ഗ്രാസ് എല്ലാം പോയത് കണ്ടോ. ഇതായിരിക്കും അവസ്ഥ. നമുക്ക് വേറെ ഒരു സാധനവും ലോണിനകത്ത് പിടിപ്പിക്കാനൊന്നും പറ്റുകയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നന്നായിട്ട് വർക്കൗട്ടാകും. മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഭയങ്കര പാടാണ്. ഇതിപ്പം ഒരു വളമൊന്നും ഇട്ട് കൊടുക്കാതിരുന്നാൽ പോലും 5 മാസം കൂടുമ്പോൾ നമ്മൾ പുല്ല് വെട്ടണം. അതിന് 1600 രൂപ പുല്ല് വെട്ടുന്നതിന് ഞാൻ കൂലി കൊടുക്കും. അതിൻ്റെ കൂടെ കള പറിക്കാനും അത് വാരിക്കളയാനും എല്ലാത്തിനുമുള്ള പൈസ ചിലവുണ്ട്. അപ്പം അതൊന്നും ആർട്ടിഫിഷ്യൽ ഗ്രാസിന് വേണ്ട.
മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് നാച്ചുറൽ ഗ്രാസിനേക്കാളും ഞങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നാച്ചുറൽ ഗ്രാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പം ഈ പുല്ലിൻ്റെ ഇടയ്ക്കുള്ള കള പറിക്കാനും അതുപോലെ വളവിടാനും ഒക്കെ ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 3 വർഷത്തേക്ക് നമുക്ക് വേറെ എക്സ്പെൻസ് വരുന്നില്ല. ഞാൻ 3 വർഷം എന്ന് പറയാൻ കാരണം 3 വർഷമാണ് അവർ വാറണ്ടി പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് റാസൽ ഖേമയിൽ എൻ്റെ വീട്ടിലുള്ള ലോണാണ്. അപ്പോൾ ഇതിപ്പോൾ 2-2.5 വർഷമായി. അപ്പോൾ ഇതുവരെ ഇതിന് കളർ ചേഞ്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല, ഫെയ്ഡൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ നാട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിക്കാമെന്നുള്ളൊരു ഐഡിയ വന്നതും ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയതും. അപ്പം ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മുടെ ഈ ഗാർഡൻ മേക്ക് ഓവറിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മളിത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പം നമ്മൾ അങ്കമാലി സുരഭി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മളത് മേടിച്ചു. ഏത് കടയിൽ നിന്നാണെന്നുള്ളത് പറയുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് റേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 71 രൂപയ്ക്കാണ് നമ്മളിത് മേടിച്ചത് കേട്ടോ. അപ്പോൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുമെന്ന് പറയപ്പെടുന്നു, ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഇത്രയും രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഇനീഷ്യലായിട്ട് കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാച്ചുറൽ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ പുല്ല് പിടിക്കാതെയൊക്കെ ആയിട്ടുള്ള വരും. അപ്പം അൺഈവനായിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും പലയിടത്തും നമുക്ക് കാണാൻ പറ്റുക. അതേസമയം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കും എല്ലായിടത്തും, ഈവനായിട്ടായിരിക്കും അതിൻ്റെ ഇരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മളൊരു ലോൺ നോക്കുമ്പം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത്രയധികം നമ്മൾ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഗ്രാസ് നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇത് കണ്ടോ, 4 മാസം മുമ്പ് നമ്മൾ നട്ട ഒരു ചെടികളാണ് കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് അത് സെറ്റ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ വളർച്ച കണ്ടോ. ഈ കലാത്തിയൊക്കെ ആണെങ്കിൽ എന്ത് ചെറുതായിരുന്നു. ആ നേരത്തെ വീഡിയോ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെറുതായിരുന്നു ഈ കലാത്തിയൊക്കെ. അപ്പോൾ ആ കലാത്തിയൊക്കെ ഈ പിന്നെ ജാതിയുടെ ചോട്ടിലെ തണലും ഇതുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് നല്ല മുറ്റി വളരുക കേട്ടോ. മണി പ്ലാന്റ് ആണെങ്കിലും മറ്റേ സിങ്കോണിയം വെച്ചതൊക്കെ എന്ത് രസമായിരിക്കുന്നത് കേട്ടോ. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയത്. കുറച്ച് പൈസ മുടക്കിയാലും പിന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം. അത് ആദ്യം കിടന്നിരുന്ന ഭാഗം കാണുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ത്രെഡുകളുടെ ഡയറക്ഷൻ, അലൈൻമെൻറ്റ്. ഇപ്പോൾ ഒരേ ഡയറക്ഷനിലായിട്ട് തന്നെ നമ്മൾ വിരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കട്ട് പീസായിട്ടൊക്കെ നമ്മൾ വെക്കുമല്ലോ, അപ്പോഴാണേലും നമ്മൾ ത്രെഡുകളുടെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളർ വേരിയേഷൻസ് കാണും. അപ്പോൾ അതൊന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം കളർ വേരിയേഷൻ മാത്രമല്ല, അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിപ്പം അമ്മ കാണിച്ചു തരും. ഇത് ഓപ്പോസിറ്റ് തൂക്കാൻ പ്രയാസമാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ സ്മൂത്തായിട്ട് തൂക്കാം അല്ലേ. അല്ലേ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും നാച്ചുറൽ ഗ്രാസും ഉണ്ടല്ലോ. അപ്പം ഈ 4 മാസം മിച്ചം കഴിഞ്ഞിപ്പോൾ ഇട്ടിട്ട് പിന്നെ ഇത്രയും ഇട്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, മരത്തിൻ്റെ ചുവട്ടിലുമൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ 3-4 പ്രാവശ്യം പലതരത്തിലുള്ള ബഫലോ ഗ്രാസും മെക്സിക്കൻ ഗ്രാസും ബാംഗ്ലൂർ ഗ്രാസും എല്ലാം മാറി മാറി വെച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല.
ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് കഴിയുമ്പം അത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റേത് മുടക്കുമ്പം കുറച്ച് പൈസ മുടക്കണം. 3 വർഷം എങ്ങനെയാണെങ്കിലും വാറണ്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഇത് 4 മാസമായിട്ട് യാതൊരുവിധ ഡാമേജും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങളെ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഇത്രയും ഇത് വെച്ച് നോക്കുമ്പം ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് തുറസായ സ്ഥലത്തൊക്കെ ആണെങ്കിൽ മറ്റേ മെക്സിക്കൻ ഗ്രാസോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കുഴപ്പമില്ല. ഇതാകുമ്പം അധികം മെയിൻ്റനൻസ് വേണ്ട, വെള്ളം വേണ്ട, വളം വേണ്ട, പണിക്കൂലിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ. പിന്നെ ഒരു കാര്യം പ്രത്യേകം എല്ലാവരോടും പറയാനുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേര് വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് പൈസ മുടക്കോ ഒന്നുമില്ലല്ലോ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളത് കാണുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ വീഡിയോ ഇടുന്നതൊക്കെ. അപ്പോൾ നിങ്ങളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ ഇത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Bye.